കോവിഡിന് മുന്നേ വരെ കേരളത്തിലൊരു കോമാളി ഇമേജും മലയാളികൾ ഒന്നടങ്കം മൂക്കിക്കൊണ്ടിരുന്നതുമായ ഒരു താരമാണ് ബാലയ്യ. അദ്ദേഹത്തിന്റെ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബോധത്തിന് നിരക്കാത്ത സിനിമകൾ എന്നൊക്കെയാണ് നമ്മുടെ ഇടയിൽ പ്രചാരം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഓൺലൈനിൽ വരുന്ന നെഗറ്റീവ് കമന്റുകളെ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ മലയാളികളാണ്. ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ ഒക്കെ പ്രിയ താരമായിട്ട് ഇപ്പോൾ ബാലയ്യ മാറിയിരിക്കുകയാണ്. കൊറോണ ടൈമിന് മുന്നേയുള്ള ബാലയ്യയുടെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ആ സിനിമയിലുള്ളത്. ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം ഈ ലോകത്തിൽ ഇല്ല എന്ന് പറയുന്ന നായകനും അതിന് സപ്പോർട്ട് ചെയ്യുന്ന വില്ലന്മാരുമാണ് നമുക്ക് ബാലയ്യ സിനിമകളിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു തരത്തിലും തന്റെ പ്രായത്തിന് ചേർന്നിട്ടുള്ള വേഷങ്ങളല്ല ബാലയ്യ ചെയ്തിരുന്നത്. കൂടെ തന്നെ മകളുടെയോ അല്ലെങ്കിൽ കൊച്ചുമകളുടെയോ പ്രായമുള്ള നായികമാര് ബാലയ്യ സിനിമകളുടെ ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. വെറും ഗ്ലാമറസ് വേഷങ്ങൾ മാത്രം ഒതുങ്ങിയിരുന്ന നായികമാരും അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി ലൈന് മാത്രമായിരുന്നു ബാലയ്യ സിനിമകൾ. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ബാലയ്യ സിനിമകളിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ബാലയ്യ സിനിമകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഓഡിയൻസ് തെലുങ്കിലുണ്ട്. ആ ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ബാലയ്യ സിനിമകൾ എടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ ആ സിനിമയിലുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഓഡിയൻസ് ആ സിനിമ കാണുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ കോവിഡിന് ശേഷമുള്ള ബാലയ്യയുടെ ഫിലിമോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ വന്ന സിനിമകളാണ് അഖാണ്ട, വീരസിംഹ റെഡ്ഡി, ഭഗവന്ത് കേസരി ആൻഡ് ഇപ്പൊ വന്ന ഡാക്കു മഹാരാജ്. ഈ 3 സിനിമകളിലും സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇംപ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രായത്തിന് ചേർന്ന റോളുകൾ അല്ലെങ്കിൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, സാധാരണ വെറും മാസ് മസാല മാത്രമല്ലാതെ പടത്തിൽ എന്തെങ്കിലും കണ്ടന്റ് ഉള്ള റോളുകളാണ് അദ്ദേഹം ഈ പടങ്ങളിലൊക്കെ ചെയ്തത്. അഖാണ്ട എന്ന് പറയുന്നത് കൊറോണയ്ക്ക് ശേഷം ആദ്യം ഇറങ്ങിയ ബാലയ്യ സിനിമയാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ 150 കോടി നേടിയ സിനിമ. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പ്രായത്തിനോട് ചേർന്ന ഒരു റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് വളരെ വൃത്തിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ അന്യായ ഡോമിനൻസ് ഉള്ള ഒരു ആക്ടറാണ് ബാലയ്യ. അദ്ദേഹത്തിന്റെ പ്രായത്തിന് ചേർന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അന്യായമായിട്ടുള്ള രീതിയിൽ ആ സീൻസ് അദ്ദേഹത്തിന് എലിവേറ്റ് ചെയ്യാൻ കഴിയും. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അഖാണ്ടയിലുള്ള ആ ഒരു ഗോഡ് ലെവൽ എലിവേഷൻ സീൻസ് ഒക്കെ. സോ അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷം സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സിനിമകൾ നമുക്ക് ബാലയ്യയിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇറങ്ങിയ ഡാക്കു മഹാരാജ്. കൊറോണയ്ക്ക് ശേഷം ഇറങ്ങിയ ബാലയ്യയുടെ 4 സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ് പ്രായത്തിന് ചേർന്ന റോളുകൾ. അഖാണ്ട ആയാലും വീരസിംഹ റെഡ്ഡി ആണെങ്കിലും ഭഗവന്ത് കേസരി ആണെങ്കിലും ഡാക്കു മഹാരാജ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിനും അദ്ദേഹത്തിന്റെ പ്രായത്തിനും ചേർന്ന തരത്തിലുള്ള റോളുകളാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. മാത്രമല്ല ഈ 4 സിനിമകളിലും ഒരു കണ്ടന്റ് ഉണ്ട്. വെറും മാസ് മസാല എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഈ 4 സിനിമകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 സിനിമകളിലൂടെ ഒരു കോമാളി എന്ന് പറയുന്ന ഇമേജിൽ നിന്നും നല്ലൊരു മാസ് ഹീറോ എന്ന് പറയുന്ന ഇമേജിലേക്ക് ബാലയ്യക്ക് വരാൻ കഴിഞ്ഞത്. തനിക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന തന്റെ മാസ് മസാല സിനിമകൾ മാത്രം ആഗ്രഹിച്ചിരുന്ന കുറച്ച് ഓഡിയൻസിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ബാലയ്യ എല്ലാ ഓഡിയൻസിന് വേണ്ടി സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൻ സപ്പോർട്ടാണ്. എന്തൊക്കെ തന്നെ ആയാലും, എത്ര തന്നെ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു നടനാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഓഡിയൻസ് എന്നും കൂടെ ഉണ്ടായിരിക്കും എന്നതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ ബാലയ്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അംഗീകാരം. സോ ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകൾ ബാലയ്യയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പഴയ രീതിയിലേക്ക് പോയിട്ട് എന്താ പറയുക, തന്റെ പ്രായത്തിന് ചേരാത്ത കൊച്ചുകുട്ടികളുടെ കൂടെ പെയർ ചെയ്ത് അഭിനയിക്കുന്ന, ഗ്രാവിറ്റിയെ വെല്ലുവിളിക്കുന്ന, നായകൻ ഇടിക്കുമ്പോൾ വില്ലൻ അപ്പുറത്തെ ഗ്രഹത്തിലും വാഹനങ്ങൾ അപ്പുറത്തെ ഗ്രഹത്തിലൊക്കെ പോകുന്ന രീതിയിലുള്ള വേഷങ്ങൾ ചെയ്യാതെ ഇതുപോലുള്ള കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അത്യാവശ്യം മാസ് അപ്പീലുള്ള നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്ന സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.